ഹംസയുടെ ഇപ്രാവശ്യേ നമ്മുടെ ഓണത്തിന് വെള്ളക്കാടുകാർക്കൊന്നും കിട്ടില്ല കേട്ടാ. ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ചിക്കൻ കൊണ്ട് ഒരു കുറുമയാണ്. അപ്പം ഈ കുറുമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുറുമയാണ്. അപ്പം കുറുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഏതിൻ്റെ കൂടെ ഒഴിച്ചു പോകും. പ്രത്യേകിച്ച് ചിക്കൻ റോസ്റ്റൊക്കെ മിക്കവരും ഉണ്ടാക്കാൻ തക്കാളിയൊക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ തക്കാളി വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ തക്കാളി ഒന്നും അധികം ഉപയോഗിക്കാതെ ഒരു ചെറിയ തക്കാളി ഇവിടെ ഇരിക്കുന്നതാണ്. ആ തക്കാളി ഞാനിട്ടുണ്ട്. തക്കാളി ഇട്ടില്ലെങ്കിലും വിരോധമില്ല. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഉരുളിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. കുറച്ച് മസാല എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ട, തക്കോലം, കുറച്ച് കറിയാമ്പൂ, 2-3 ഏലക്കായ, ഒരു ബേ ലീഫ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കിയിടണം. മസാല ചൂടായി വരുമ്പോൾ നമുക്ക് 2 വലിയ സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടൊമാറ്റോ, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ഹാഫ് കുക്കാക്കി എടുക്കണം നമുക്ക്. ആ സമയത്ത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് നട്ട്സ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒരു പിടി നട്ട്സ് കേട്ടോ. ഇതാണ് ഈ കുറുമയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. സോക്ക് ചെയ്ത നട്ട്സ് നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നാളികേരം ഒരു 2 കപ്പ്, ഏകദേശം 1 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നാളികേര പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2ാം പാല് ഏകദേശം ഒരു 2 കപ്പും 1ാം പാല് ഒരു 1/2 കപ്പിന് താഴെ. അപ്പോൾ ഒരു 6 മിനിറ്റ് ആയി. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ആയേക്കണു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, നട്ട്സിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നാളികേരത്തിന് 2 കപ്പ് 2ാം പാല്. തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതൊന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ, അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഏകദേശം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിരിക്കും തോറും കൂടുതൽ കുറുകി വരേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൻപാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് വെതറി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ചിക്കൻ കുറുമയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ ഈ സ്റ്റെപ്പ്. നമ്മുടെ നേരത്തെ തന്നെ ആ കുറുമ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാവും കുറുമയ്ക്ക്.